എന്തായാലും മരിക്കും. ഇന്ന് രാത്രി മരിച്ചാൽ ഈമാനോടെ എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവരാരാ? അവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവസാനം നന്നാക്കി മരിക്കണവരെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 കാര്യങ്ങൾ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. എല്ലാ ദിവസവും ഞാനും നിങ്ങളും ചെയ്യുന്ന കാര്യമാ. ചെയ്യാതെ അശ്രദ്ധ കാരണം ചെയ്യാതെ പോകുന്ന കാര്യങ്ങളും അല്ലാഹു നീ കബൂലാക്ക റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. 1 ഏതാ? മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന ആദ്യത്തെ വിഭാഗം ആരാ? അതിരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, അൽഹംദുലില്ലാഹ്. മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന 4 വിഭാഗങ്ങള് ആരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാ, സഹാബാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കണമെങ്കിൽ ആദ്യത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? ആരാണോ ഖുർആൻ ഓതുന്നവരാരാ, അതിനെ ആദരിക്കുന്നവരാരാ, അതിനെ ബഹുമാനിക്കുന്നവരാരാ, അതിനെ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുന്നവരാരാ, അതിനെ കാണാപാഠം പഠിക്കുന്നവരാരാ, ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ള ഹേരൂറുകാരോട് പറയുകയാ, ഖുർആനിന്റെ പ്രിയമുള്ളവരെ ഓതാൻ കഴിയേണ്ടതാ. ഖുർആനുണ്ടല്ലോ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയേണ്ടതാ. എന്നാ അവര് മരിക്കുമ്പോ അവസാനം നന്നാക്കുന്നതാ. അതുകൊണ്ടാണ് റജബ് മാസം എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നപ്പോ ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നൊരു ദുആയുണ്ട്. ഏതെന്നറിയോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും അല്ലാഹ് ബറക്കത്ത് തരണേ അല്ലാഹ്. അതികടിന് പടച്ചവനോട് ദുആ ചെയ്യുന്നൊരു ദുആയുണ്ട്, വബല്ലിഅനാ റമളാൻ. ഒരുപാട് പ്രതിഫലമുള്ള, ഒരുപാട് ആനന്ദമുള്ള, ഒരുപാട് സന്തോഷമുള്ള, ഒരുപാട് മഹത്വമുള്ള റമളാനുണ്ടല്ലോ, ആഗതമാക്കണ അല്ലാഹ്. അതികടിന് പടച്ചവനോട് ദുആ ചെയ്യുന്നൊരു ദുആയുണ്ട്, അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുവേ, തൗഫീഖ് തരണേ അല്ലാഹ്. എന്തിനാ തൗഫീഖ് തരണത്? നമസ്കരിക്കാൻ, നോമ്പ് നോറ്റാൻ, വതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ സൗഭാഗ്യം തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരോട് പറയുകയാ, ആരാണോ ഖുർആൻ ഓതുന്നവരാരാ, അതിനെ ആദരിക്കുന്നവരാരാ, അതിനെ ബഹുമാനിക്കുന്നവരാരാ, അവര് മരിക്കുമ്പോ അവസാനം നന്നാക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, സങ്കടങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികൾ വരുമ്പോ, മനസ്സിന് വല്ലാത്ത ടെൻഷന് വരുമ്പോ, ബിസിനസ്സിന് നഷ്ടങ്ങൾ വരുമ്പോ തകരാറ് പാടില്ല, കരയാറ് പാടില്ല. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരിക്കലും കരയല്ലേ, ഒരിക്കലും വേദനിക്കല്ലേ, ഒരിക്കലും സങ്കടപ്പെടല്ലേ. എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷമുണ്ടല്ലോ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. കരയല്ലേ, സങ്കടപ്പെടല്ലേ, അല്ലാഹു കൂടെയുണ്ടോ എന്നതാ
എന്നതാ ഖുർആൻ പറയുമ്പോ. ക്യാൻസർ വരുമ്പോ, അപകടങ്ങൾ വരുമ്പോ, കടങ്ങൾ വരുമ്പോ, താങ്ങാൻ കഴിയാത്ത വേദനകൾ വരുമ്പോ ആത്മഹത്യ ചെയ്യുന്നവരോട് പറയുകയാ, പാടില്ല, പാടില്ല. ആ ഖുർആനൊന്ന് കൈകൊണ്ട് എടുക്കാൻ കഴിയേണ്ടതാ. ഈ കാണുന്ന പള്ളിയിലേക്ക് കടന്നു വരിക, മുഴുവെടുക്കുക, ഇഅ്തികാഫിന്റെ നെയ്യത്ത് വെക്കുക, പള്ളിയിലേക്ക് കടന്നു ചെല്ലുക. എന്നിട്ടതാ പടച്ചവനെ 2 റക്അത്ത് നിസ്കരിക്കുക, ഖുർആനൊന്ന് കൈകൊണ്ടെടുക്കുക, ഖുർആനൊന്ന് ഓതാൻ കഴിയുക. ഖുർആനൊന്ന് ഓതിയിട്ട് അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണമല്ലോ. ഈ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് സമാധാനം തരണേ അല്ലാ എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ, ആരാണോ ഖുർആൻ ഓതുന്നവരാരാ, അതിനെ ആദരിക്കുന്നവരാരാ, അതിനെ ബഹുമാനിക്കുന്നവരാരാ, അതിനെ ഹൃദയത്തിലേക്ക് ചേർത്തു പിടിക്കുന്നവരാരാ, ഇൻഷാ അല്ലാഹ് അവരാണോ മരിക്കുമ്പോ അവസാനം നന്നാക്കുന്ന ആദ്യത്തെ വിഭാഗമെന്ന് പറയുമ്പോ, അല്ലാഹുവേ ഖുർആനിന്റെ അഹ്ലുകാരില് പെടുത്തണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആരാണോ ഖുർആൻ ഓതുന്നവരാരാ, അതിനെ ആദരിക്കണവരാരാ, അതിനെ ഹൃദയത്തോട് ചേർത്തു പിടിക്കണവരാരാ, അത് ഹാഫിളാക്കിയവരാരാ, കാണാപാഠം പഠിച്ചവരാരാ, അവര് മരിക്കുമ്പോ അവസാനം നന്നാക്കി മരിക്കുമെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്ര പേരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ? എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? നമുക്കൊരു വിചാരമുണ്ട്, ഉസ്താദെ റമളാനിൽ മാത്രമല്ലേ ഉസ്താദെ ഖുർആൻ ഓതണ്ടേ? അല്ല. എന്നോടൊരു സഹോദരി കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഒരു ഖത്മുൽ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഖുർആൻ പരിപൂർണമായി ഓതിയിട്ടുണ്ട്, ദുആ ഇറക്കണം. ഞാൻ ചോദിച്ചു, എത്ര മാസങ്ങൾ കൊണ്ടാ ഓതി തീർത്ത്? ആ സഹോദരി എന്നോട് പറയും, ഉസ്താദെ 4.5 വർഷം കൊണ്ടാ ഉസ്താദ് ഓതി തീർത്ത്. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. എന്താ പറഞ്ഞേ? 4.5 കൊല്ലം കൊണ്ട് ഉസ്താദ് ഓതി തീർത്തേ. ഞാൻ ചോദിച്ച ഉമ്മാനോട്, ഭയങ്കര നേരത്തെയാണല്ലോ ഓതി തീർത്തേ. ആ ഉമ്മ എന്നോട് പറയും, ഉസ്താദെ എന്റെ വാപ്പ 4.5 കൊല്ലം മുമ്പ് മരിച്ചു ഉസ്താദെ, വാപ്പ മരിച്ച അന്ന് ഞാൻ ഓതാൻ തുടങ്ങിയതാ ഉസ്താദെ, ഇന്നാണ് തീർന്നത് എന്ന് ആ സഹോദരി പറയുമ്പോ, ചില സഹോദരിമാർക്ക് ഖുർആൻ ഓതാൻ മടിയാണ്. ചില സഹോദരങ്ങള് ആ ഖുർആൻ ഒന്ന് കൈകൊണ്ടെടുത്തിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ആ ഖുർആൻ ഓതണവരാരാ, അതിനെ ആദരിക്കണവരാരാ, ഇതിനെ ബഹുമാനിക്കണവരാരാ, ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്നവരെ, കാണാതെ ഹിഫ്ളാക്കണവരാരാ, അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന വിഭാഗമെന്ന് നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഖുർആനിൽ എന്തിനും ഏതിനും മരുന്നുണ്ട്. ക്യാൻസർ ഉള്ളവര് ഖുർആനിൽ മരുന്നുണ്ട്, ബ്രെയിൻ ട്യൂമർ ഉള്ളവര് ഖുർആനിൽ മരുന്നുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞവര് ഖുർആനിൽ മരുന്നുണ്ട്, പെണ്ണ് കിട്ടണില്ല ഖുർആനിൽ മരുന്നുണ്ട്, ജോയിന്റുകൾക്ക് വേദനയുണ്ട് ഖുർആനിൽ മരുന്നുണ്ട്, മക്കളില്ല ഖുർആനിൽ എന്റെ പ്രിയപ്പെട്ടവരെ മരുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ താനൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ എന്റെ ഒരു സുഹൃത്ത് എല്ലാ കൊല്ലം എന്നെ വിളിച്ചിട്ട് പറയും, ഉസ്താദെ കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലമായി മക്കളില്ല, കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലമായി മക്കളില്ല, കല്യാണം കഴിഞ്ഞിട്ട് 9 കൊല്ലമായി മക്കളില്ല, കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി മക്കളില്ല. അവസാനം കല്യാണം കഴിഞ്ഞ് 11ാമത്തെ കൊല്ലമായപ്പോ ഈ ചങ്ങാതി എന്നെ വിളിച്ചിട്ട് പറയും, ഉസ്താദെ അൽഹംദുലില്ലാ എന്റെ ഭാര്യ ഗർഭിണിയായി ഉസ്താദെ, എന്റെ ഭാര്യ ഗർഭിണിയായി ഉസ്താദെ, 11ാമത്തെ കൊല്ലമായപ്പോ. അങ്ങനെ ദുആ ഒക്കെ ചെയ്തു പിരിഞ്ഞു. 3 ആഴ്ചക്ക് ശേഷം ഈ സഹോദരൻ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറയാ, ഉസ്താദെ എന്റെ ഭാര്യക്ക് ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് ഉസ്താദെ. അപ്പൊ ഞാൻ തിരിച്ചു വെച്ചു, എന്റെ ഭാര്യ പിന്നെയും ഗർഭിണിയായോ? അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദെ കളിയാക്കല്ലേ ഉസ്താദെ, എന്റെ ഭാര്യയെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തപ്പോ എന്റെ ഭാര്യയുടെ വയറ്റിൽ ഡബിളാ ഉസ്താദെ, ഇരട്ട കുട്ടികളാ ഉസ്താദെ. അതാ അല്ലാ 10 കൊല്ലമായിട്ട് അള്ളാഹു മക്കളെ കൊടുത്തില്ല, 11ാമത്തെ കൊല്ലമായപ്പോ അള്ളാഹു മക്കളെ കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, നല്ല ഭാര്യമാരെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുമ്പോ ആരെങ്കിലും ഉണ്ടോ?
ആരെയുണ്ടോ? ആരില്ല. എല്ലാവരും നല്ല ഭാര്യമാരാ. അള്ളാഹു അവരൊക്കെ സ്വർഗത്തിലൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കൊല്ലം മുമ്പ് കാസർഗോഡ് ഒരു ഭാഗത്ത് വന്നിട്ട് ചോദിച്ചു, നല്ല ഭാര്യമാരെ വേണ്ടവര് കൈവക്കാൻ. അതിൽ 98% പൊക്കിയത് കല്യാണം കഴിച്ചവരാ. അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമാധാനം അള്ളാഹു കൊടുക്കുമാറാവട്ടെ. ഞാൻ ജോലി ചെയ്യുന്ന ഒരു പള്ളിയുടെ മുമ്പിൽ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മാക്ക് ഒരു മകനാണല്ലേ. എന്നോട് എപ്പോഴും പറയും, ഉസ്താദേ എന്റെ മകൻ വീട്ടിൽ കയറുന്നത് രാത്രി 12 മണിക്കാണ് ഉസ്താദേ. ഇവൻ എങ്ങനെയെങ്കിലും രാത്രി 10 മണിക്ക് നിങ്ങളൊന്ന് വീട്ടിൽ കയറ്റണം. നമ്മുടെ ഈ ഹേരൂറൊക്കെ ഉണ്ടാവും, എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് ചില ചങ്ങാതിമാര് വീട്ടിൽ കയറും. അങ്ങനത്തെ ചില ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവും. രാത്രി ചായ കുടിക്കാൻ വേണ്ടി വെറുതെ ബേക്കൽ ഫോർട്ടിന്റെ അടുത്തുള്ള സീ പാർക്കിൽ, റഹ്മാനെ കാണണം, അള്ളാഹു നീ കാത്തിരിശിക്ക് റഹ്മാനെ, ഈമാൻ നൽകണേ റഹ്മാനെ. ഞാൻ മിക്കപ്പോഴും എന്റെ വണ്ടി ഓടിക്കണ ചങ്ങാതി കാസർഗോഡുകാരനാണ്. അപ്പൊ ഞാൻ ഓനോട് എപ്പോഴും പറയും, എടാ ഈ കാസർഗോഡുകാര് ദുബൈക്കാരെ പോലെ, കാരണം എന്താ ഗൾഫുകാരെ പോലെ രാത്രി ഉറക്കില്ല. ഓർക്ക് രാത്രി ഉറക്കില്ല. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം കറങ്ങി നടക്കുന്ന ചില ആളുകൾ. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഞാൻ ജോലി ചെയ്ത പള്ളിയുടെ മുമ്പിൽ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മ എന്നോട് എപ്പോഴും പറയും, ഉസ്താദേ രാത്രി 12 മണിയാകുമ്പോഴാ എന്റെ മകൻ വീട്ടിൽ കയറണം. ഇവനെ എങ്ങനെയെങ്കിലും രാത്രി 10 മണിക്ക് നിങ്ങളൊന്ന് വീട്ടിൽ കയറ്റണം. അപ്പൊ എനിക്ക് ഈ മൊട്ടയിൽ അലിഫു ബായത് എനിക്കറിയൂല. അപ്പൊ ഞാൻ എന്താ ചെയ്തേ, എന്റെ ബുദ്ധിയിൽ ചിന്തിച്ചത് ഇവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാം. കല്യാണം കഴിഞ്ഞാൽ ഇവൻ നേരത്തെയും കാലത്തെ വീട്ടിൽ കയറും. അങ്ങനെ എന്റെ അധ്യക്ഷതയിൽ പെണ്ണ് കണ്ടു, എന്റെ അധ്യക്ഷതയിൽ നിക്കാഹ് ചെയ്തു കൊടുത്തു. ഞാൻ കുറച്ച് നാൾക്കുമ്പോ ഉമ്മാനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഉമ്മ ഇപ്പൊ എങ്ങനെ രാത്രി 12 മണിക്ക് 10 മണിക്കുള്ളിൽ ഇവൻ വീട്ടിൽ കയറണുണ്ടോ? ഉമ്മ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. ആ ഉമ്മ എന്നോട് പറയും, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട മകൻ കല്യാണത്തിന് മുമ്പ് വീട്ടിൽ കയറുന്നു 12 മണിക്ക്, കല്യാണത്തിന് ശേഷം വീട്ടിൽ കയറണത് 2:30 മണിക്കും 3 മണിക്കും. ഉസ്താദേ അള്ളാഹു സാധുവിന്റെ ദാമ്പത്തിക ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ, സമാധാനം കൊടുക്കട്ടെ. വേറൊരു സഹോദരൻ എപ്പോഴും വിളിച്ചിട്ട്, ഉസ്താദേ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു അസ്രായിൽ വരും ഉസ്താദേ, എന്റെ വീട്ടിൽ മാത്രം അസ്രായിൽ വരണില്ല. ഞാൻ ചോദിച്ചു, എന്താ അസ്രായിലെ കാണാൻ പൂതിയായിട്ടാ? അതൊന്നുമില്ല, എന്റെ ഭർത്താവ് കള്ളുകുടിയനാ. കള്ളു കുടിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വന്നിട്ട് ചവിട്ടണത് എന്റെ നടുവിലാ ഉസ്താദേ. നടുവിൽ ചവിട്ടിയിട്ട് എന്റെ നടുവ് റബ്ബർ പന്ത് പോലെയായി. വലിച്ച വലിയ ഉസ്താദേ, വേദന താങ്ങാൻ കഴിയണില്ല. ആ ചങ്ങാതി ഒന്നും മരിച്ചാ മതി എന്നാ ദുആ ഇറക്കണെന്ന് പറയുമ്പോ കുടുംബ ജീവിതത്തിൽ ബറക്കത്തില്ലാത്തവർ ഉസ്താദെ 60 ചായ കുടിച്ചു ഉസ്താദെ, ഇപ്പോഴും പെണ്ണ് കിട്ടണില്ല. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. 80 ചായ കുടിച്ചു ഉസ്താദെ, ഇപ്പോഴും പെണ്ണ് ശരിയാകണില്ല ഉസ്താദെ. കല്യാണം ഇങ്ങനെ ഞങ്ങളത് മുടക്കിക്കൊണ്ടിരിക്കുക ഉസ്താദെ എന്ന് പറയണവരോട് പറയാ, അള്ളാഹുവിന്റെ ഖുർആനിൽ എന്തിനും ഏതിനും പരിഹാരമുണ്ട്. മക്കളില്ലാത്തവർ, കുടുംബ ജീവിതത്തിൽ സന്തോഷമില്ലാത്തവർ, കുടുംബ ജീവിതത്തിൽ പ്രയാസമുള്ളവർ ഓതണ്ട ഒരു ആയത്ത് അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നുണ്ട്. ഇത് ഓതുന്നവരാരാ? അവരുടെ ദാമ്പത്തിക ജീവിതത്തിലും കുടുംബത്തിലും മക്കളിലും പരമ്പരയിലും അള്ളാഹു ബറക്കത്ത് നൽകും. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. പറഞ്ഞെന്ന ഓതുവോ? പറഞ്ഞെന്ന ഓതുവോ? ഓതിയാ നിങ്ങൾക്ക് കൊള്ളാം, ഞാൻ ഓതി എനിക്ക് കൊള്ളാം. അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെ എന്തിനാ പറയണേ? ഖുർആൻ ഓതുന്നവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ആയത്തേതാ, ദുആയേതാ, സൂക്തമേതാ, എഴുതിയെടുക്കാൻ കഴിയുന്നവരതാ എഴുതിയെടുത്തോ. കാണാപാഠം പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചോ, ചോദിച്ചു പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചോ. ആയത്തേതാ, ദുആയേതാ. ഉസ്താദേ 6 കൊല്ലമായല്ലോ, ഉസ്താദേ 15 കൊല്ലമായല്ലോ, ഉസ്താദേ 20 കൊല്ലമായല്ലോ, ഉസ്താദേ 30 കൊല്ലമായല്ലോ, മക്കളില്ല, കുടുംബ ജീവിതത്തിൽ ബറക്കത്തില്ല എന്ന് പറയുന്ന സഹോദരങ്ങളോട് പറയുകയാ, 6000-ഓളം ആയത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഏതാ ആയത്തെന്നറിയോ? ഏതാ ദുആയെന്നറിയോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ.
എന്നെ പ്രിയമുള്ളവരെ, ഖുർആൻ പറയുമ്പോ ഈ ആയത്ത് ഓതുന്നവരാരാ, ഈ സൂക്തം ഓതുന്നവരാരാ, ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ അവരുടെ കുടുംബ ജീവിതത്തില്, അവന്റെ പരമ്പരയില്, അവന്റെ മക്കളില് അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് തരുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ആരാണോ ഖുർആൻ ഓതുന്നവരാരാ, അതിനാദരിക്കുന്നവരാരാ, അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ ഈ കാണുന്ന പള്ളിയില് ഇവിടുത്തെ ഖതീബ് ഉസ്താദ് 4 ഖലീഫമാരുടെ പേര് പറയുമല്ലോ. സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ തങ്ങളാരാ? ഉസ്മാൻ തങ്ങളുടെ ജീവിതം എങ്ങനാ? ഉസ്മാൻ തങ്ങളുടെ വഫാത്ത് എങ്ങനാ? ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എങ്ങനാ? ഉസ്മാൻ തങ്ങളുടെ ജീവിതം എന്നെ പ്രിയമുള്ളവരെ പഠിച്ചു കഴിയുമ്പോ ജീവിതത്തിലതാ ഒരു മാറ്റമുണ്ടല്ലോ, കടന്നു വരേണ്ടതാ. ഉസ്മാൻ തങ്ങൾ ആരെന്നറിയോ? ഉസ്മാൻ തങ്ങളുടെ ജീവിതം എങ്ങനെയെന്നറിയോ? ഉസ്മാൻ തങ്ങളോ ഇസ്ലാമിന്റെ ഖലീഫ എന്ന പ്രിയപ്പെട്ടവരെ ആകുകയാ. ഉസ്മാൻ തങ്ങള് ഖലീഫയാകുമ്പോ ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ ശത്രുക്കളെന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങള് ഖലീഫയാകുമ്പോ ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ ശത്രുക്കളെന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. ഊരിപ്പിടിച്ച കടാര എടുത്തുകൊണ്ട് കടന്നു വരികയാ. വീടിന്റെ വാതിക്കലേക്ക് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യന്റെ പ്രിയമുള്ളവരെ വീടിന്റെ വാതിലല്ലോ അടച്ചിടുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ അള്ളാനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ സഹായിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ ശത്രുക്കൾ ഇങ്ങനെ വീടിന്റെ പുറത്തേക്ക് കടന്നു വന്നിരിക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ കരയുമ്പോ ഉസ്മാൻ തങ്ങള് കരഞ്ഞില്ല. ഉസ്മാൻ തങ്ങള് പതറിയില്ല. ഉസ്മാൻ തങ്ങള് വിറച്ചില്ല. ഉസ്മാൻ തങ്ങള് കരഞ്ഞില്ല. ഉസ്മാൻ തങ്ങള് സുന്നത്ത് നോമ്പന്റെ പ്രിയമുള്ളവരെ എടുക്കുകയാ. പഠിച്ചവനെ ഇബാദത്ത് ചെയ്യുകയാ. മഗ്രിബിന്റെ സമയമാകുമ്പോ നോമ്പ് തുറക്കാ. ഉസ്മാൻ തങ്ങൾക്ക് ഭക്ഷണമില്ല. രണ്ടാമത്തെ ദിവസം അതാ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ നോമ്പെടുക്കുകയാ. മഗ്രിബിന്റെ സമയമാകുമ്പോ ഉസ്മാൻ തങ്ങൾക്ക് എന്റെ പ്രിയമുള്ളവരെ കഴിക്കാ ഭക്ഷണമില്ല. ഉസ്മാൻ തങ്ങളുടെ വീട്ടില് ഒരു തുള്ളി ഭക്ഷണം പോലും എന്റെ പ്രിയമുള്ളവരെ ഉസ്മാൻ തങ്ങൾക്ക് കഴിക്കാനില്ല. മൂന്നാമത്തെ ദിവസം അതാ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ സുന്നത്ത് നോമ്പുണ്ടല്ലോ എടുക്കുകയാ. മഗ്രിബിന്റെ സമയമാകുമ്പോ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോ നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ പടച്ചവനെ നമസ്കാരം കഴിയുമ്പോ മുസല്ലയിൽ ഇരുന്ന് കൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാ എന്റെ പ്രിയപ്പെട്ട പ്രിയതമന് ഖലീഫയാണ് അല്ലാ, നോമ്പാണ് അല്ലാ, നോമ്പ് തുറക്കാൻ ഭക്ഷണങ്ങളില്ല അല്ലാ, സഹായിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ സുബ്ഹാനല്ലാഹ് ഉസ്മാൻ തങ്ങള് കരഞ്ഞില്ല. ഉസ്മാൻ തങ്ങള് പതറിയില്ല. ഉസ്മാൻ തങ്ങള് കരഞ്ഞില്ല. ഉസ്മാൻ തങ്ങള് ഖുർആനിന്റെ പ്രിയമുള്ളവരെ എടുക്കുകയാ. ഖുർആനുണ്ടല്ലോ ഓതുകയാ. ഉസ്മാൻ തങ്ങളുടെ ശബ്ദമെന്ന് പറയുന്നതോ ഉസ്മാൻ തങ്ങളുടെ ശൈലി എന്ന് പറയുന്നതോ അത് വല്ലാത്ത മധുരമാ, അത് വല്ലാത്ത ആനന്ദമാ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുമ്പോ ഉസ്മാൻ തങ്ങളുടെ ശബ്ദം എന്റെ പ്രിയമുള്ളവരെ വീടിന്റെ പുറത്തേക്ക് ഇങ്ങനെ പതിക്കുകയാ. അല്ലാഹുവേ
ശത്രുക്കളെ കേൾക്കുകയാ. അവര് പരസ്പരം പറയുകയാ, ഉസ്മാന് പേടിയില്ല, ഉസ്മാന് ഭയമില്ല, ഉസ്മാന് വിറങ്ങലിക്കുന്നില്ല, ഉസ്മാനെ കൊല്ലണമല്ലോ. ഊരി പിടിച്ച കടാരയെടുക്കുകയാ, വീടിന്റെ വാതില് പൊളിക്കുകയാ. വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, പടച്ചവനെ, ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, ശത്രുക്കളുടെ ചാരത്തേക്ക് ഓടി വരികയാ. ശത്രുക്കളുണ്ടല്ലോ, ഊരിപ്പിടിച്ച കരാടയെടുത്തുകൊണ്ട് ആനവീശുമ്പോ, ഊരിപ്പിടിച്ച വടിവാളെടുത്ത് ആനവീശുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യന്റെ പ്രിയമുള്ളവരെ കടാരയിൽ കയറി പിടിക്കുകയാ. എന്നിട്ടതാ കരഞ്ഞുകൊണ്ട് പറയുകയാ, കൊല്ലല്ലേ, ആക്രമിക്കല്ലേ, എന്റെ ഭർത്താവിന്റെ തലയറുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കരയുമ്പോ സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുടെ കൈകളുണ്ടല്ലോ, ശത്രുക്കളന്റെ പ്രിയമുള്ളവരെ അറുത്തു കളയുകയാ, മുറിച്ച് കളയുകയാ. ഉസ്മാൻ തങ്ങൾ അറിയുന്നില്ല. ഉസ്മാൻ തങ്ങൾ ഖുർആനിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാ. ഉസ്മാൻ തങ്ങള് ഖുർആനിന്റെ പ്രിയമുള്ളവരെ ഓതുമ്പോ ഊരി പിടിച്ച കടാരയെടുത്തുകൊണ്ട് ശത്രുക്കൾ വരികയാ. എന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ പെരടിയിലേക്ക് വെട്ടുകയാ, ഉസ്മാൻ തങ്ങളുടെ കാലുകളിലേക്ക് വെട്ടുകയാ, ഉസ്മാൻ തങ്ങളുടെ കൈകളിലേക്ക് വെട്ടുകയാ, ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് വെട്ടുകയാ. ഊരി പിടിച്ച കടാരയെടുത്തുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ തങ്ങളുടെ അടിവയറ്റിലേക്ക് കുത്തുകയാ. മഅദല്ലാഹ്, പടച്ചവനെ, കുടൽമാലയുണ്ടല്ലോ പുറത്തേക്ക് തെറിക്കുകയാ. ഉസ്മാൻ തങ്ങള് പതറിയില്ല, ഉസ്മാൻ തങ്ങള് കരഞ്ഞില്ല. ഉസ്മാൻ തങ്ങള് കയ്യിലിരിക്കുന്ന ഖുർആനിന്റെ പ്രിയമുള്ളവരെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുകയാ. ഇസ്ലാമിന്റെ ധീര പോരാളിയാ, ഇസ്ലാമിന്റെ ധീര പോരാളിയാ. ഉസ്മാൻ തങ്ങള് ഒരു പർവ്വതം ഇങ്ങനെ തകർന്നു വീഴുന്നത് പോലെ താഴത്തേക്ക് വീഴുകയാ. ഉസ്മാൻ തങ്ങള് കരഞ്ഞില്ല. ഉസ്മാൻ തങ്ങള് ചിരിച്ചുകൊണ്ട് പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ തങ്ങള് വിട പറഞ്ഞുവെന്ന് പറയുമ്പോ എന്തുകൊണ്ടാ ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതിയവരാ, അലിയാര് തങ്ങൾ ഖുർആൻ ഓതിയവരാ, അബൂബക്കർ തങ്ങൾ ഖുർആൻ ഓതിയവരാ, സൽമാൻ തങ്ങൾ ഖുർആൻ ഓതിയവരാ, ബിലാൽ തങ്ങൾ ഖുർആൻ ഓതിയവരാ, അമ്മാർ തങ്ങൾ ഖുർആൻ ഓതിയവരാ, റസൂലുള്ളാഹി ഖുർആൻ ഓതിയവരാ, ഫാത്തിമ ബീവി ഖുർആൻ ഓതിയവരാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആരാണോ ഖുർആൻ ഓതുന്നവരാരാ അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന ആദ്യത്തെ വിഭാഗമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണോ ഖുർആൻ ഓതുന്നവരാരാ, അതിനെ ആദരിക്കണവരാരാ, അതിനെ ബഹുമാനിക്കണവരാരാ, അവര് മരിക്കുമ്പോ അവസാനം നന്നാക്കി മരിക്കുന്ന ആദ്യത്തെ വിഭാഗം എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖുർആനിന്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറയാ, നമ്മുടെ കൂട്ടത്തില് കടങ്ങളില്ലാത്ത ഏതെങ്കിലും ഒരു ചങ്ങാതി ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കാം. ഉസ്താദെ, എനിക്കൊരു രൂപ പോലും കടവില്ല ഉസ്താദെ എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കാം. അറിഞ്ഞുണ്ടോ? ഈ ചെറിയ അൽഹംദുലില്ലാഹ് ഒരാള് അല്ലാഹുവിന്റെ സമ്പത്തിലും അവന്റെ ബിസിനസ്സിലൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപൂർവമാണ്, കടമില്ലാത്തവർ അപൂർവമാണ്. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അപ്പൊ എനിക്ക് പൈസ കൊടുക്കാൻ പള്ളിക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയണത്, കടങ്ങൾ കൂടുമ്പോ അത് കൊടുക്കാൻ കഴിയാതെ വരുമ്പോ ആത്മഹത്യ ചെയ്യുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ ഞാന് ഒരു 3.5 കൊല്ലം മുമ്പ് കർണാടകയില് സൂറൽപടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അന്ന് ഞാൻ വണ്ടി വാങ്ങിച്ചിട്ടില്ല, ഏത് കാട്ടി പോലും ട്രെയിനിനാ പോവാ. അപ്പൊ ഞാൻ ഈ ട്രെയിനിൽ പോയി മംഗലാപുരത്ത്
ഇറങ്ങിയ സമയത്ത് ഒരു 3 ചെറുപ്പക്കാര് എന്നെ വിളിക്കാൻ വേണ്ടി മംഗലാപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ചെറുപ്പക്കാരാ, വലിയ ചെറുപ്പക്കാരെന്നല്ല പറഞ്ഞ ഒരു 30 വയസ്സ് 35 വയസ്സൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാര്. അപ്പൊ അതിൽ 3 പേര് വന്നു. 2 പേരുടെ മുഖത്ത് ഭയങ്കര പ്രകാശം, 2 പേരുടെ മുഖത്ത് ഭയങ്കര ടെൻഷൻ, ഒരാളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. ഞങ്ങൾ റൂമിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഈ 3 പേരും എന്റെ ചുറ്റുമുണ്ട്. 2 പേരുടെ മുഖത്ത് രാവിലത്തെ പോലെ തന്നെ ഭയങ്കര ടെൻഷൻ, ഒരാളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ ഈ സങ്കടപ്പെട്ടിരിക്കണ 2 പേരോട് ചോദിച്ചു, മോനെ എടാ നിങ്ങൾ എന്താ വന്നപ്പോ തൊട്ട് സങ്കടപ്പെട്ടാണല്ലോ ഇരിക്കണേ, നിനക്ക് എന്തെങ്കിലും പ്രയാസോ പ്രതിസന്ധി ഉണ്ടോ? അപ്പോ ആ ചെറുപ്പക്കാര് 2 പേരോട് പറയും, ഉസ്താദേ ഞങ്ങളൊരു ബിസിനസ് തുടങ്ങി ഉസ്താദേ, അത് 8 നിലയിൽ പൊട്ടി തരിപ്പണോ ഉസ്താദേ, 3.5 കോടി രൂപ ഞങ്ങൾക്ക് 2 പേർക്ക് നഷ്ടമുണ്ട് ഉസ്താദേ. എത്ര കോടി? 3.5 കോടി രൂപ. അള്ളാഹു നീ കാത്തിരിക്കണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ. അങ്ങനെ ദുആ ഒക്കെ ചെയ്തു. ഞാൻ ഈ കൂടെ ഇരിക്കുന്ന 3-മത്തവനോട് ചോദിച്ചു, മോനെ എടാ നിനക്ക് സങ്കടവും പ്രയാസമൊന്നുമില്ലേ, നീ വന്നപ്പോ തൊട്ട് ചിരിക്കുകയാണല്ലോ. ഓൻ എന്നോട് പറയും, ഉസ്താദേ ഈ 2 പേരുടെ ഹെഡ് ഓഫീസ് ഞാനാ ഉസ്താദേ. എന്താ ഈ 2 പേരുടെ തലവൻ ഞാനാ ഉസ്താദേ. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഉസ്താദേ, ഇവരുടെ കൂടെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ചേർന്ന മെയിൻ ആള് ഞാനാ ഉസ്താദേ. ഇവർക്ക് 3.5 കോടിയാണ് കടമെങ്കിൽ എനിക്ക് 7.5 കോടി രൂപ ഉസ്താദേ കടമുണ്ട്. എന്താ പറഞ്ഞേ? എനിക്ക് 7.5 കോടി രൂപ കടമുണ്ട്. അപ്പൊ ഞാന് ഈ 7.5 കോടി ഉള്ളവനോട് ഞാൻ ചോദിച്ചു, മോനെ എടാ ഈ 3.5 കോടി കടമുള്ള 2 പേര് 2 അറ്റാക്ക് കഴിഞ്ഞിട്ടാ ഇരിക്കണേ, എടാ നിനക്കൊരു പ്രശ്നവും പ്രയാസമൊന്നും ഇല്ലേ? അപ്പോ എനിക്ക് വഴന്നു പറഞ്ഞു തരിക, എല്ലാ സങ്കടങ്ങൾക്കും ശേഷോ സന്തോഷം ഉണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആനല്ലേ ഉസ്താദേ പറഞ്ഞേ. കരയല്ലേ, സങ്കടപ്പെടല്ലേ, അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഖുർആൻ പറയുമ്പോ നിങ്ങളോട് പറയാ, ഖുർആൻ ഓതണവരാരാ മനസ്സിന് സമാധാനമില്ല. എത്ര പേരാ പറയണ ഉസ്താദേ മനസ്സിൽ ടെൻഷനാ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ പള്ളിക്കകത്തിരിക്കണ ഖുർആനിന്റെ ഷെൽഫ് റമളാൻ മാസത്തിലല്ലാതെ തുറക്കുന്ന എത്ര പേരുണ്ട്? ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞൊരു അൽഹംദുലില്ലാ പറഞ്ഞു. ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞൊരു അൽഹംദുലില്ലാ പറഞ്ഞോ. ഇല്ലെങ്കിൽ അതെന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത അദാബ. ആരാണോ ഖുർആൻ ഓതുന്നവരാരാ, അതിനെ ആദരിക്കണവരാരാ, ബഹുമാനിക്കണവരാരാ, അവർ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന ആദ്യത്തെ വിഭാഗമെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എങ്ങനെ ഇന്ന് രാത്രി മുതൽ ഒരു തീരുമാനം എടുക്കണം, ഖുർആൻ ഓതാൻ. ഓതൂലേ? നിങ്ങൾ എന്താ എന്നോട് എന്തോ ഒരു ഭയങ്കര എന്തോ ദേഷ്യമുള്ളത് പോലെ. ഞാനെന്തോ നിങ്ങളുടെ ഇന്നൊക്കെ പണ്ടൊരു 3 ലക്ഷം റുപ്യൊക്കെ കടം മേടിച്ചു പോയിട്ട് കിട്ടാതെ എന്നെ പൊക്കിയതുപോലെ ചില ആളുകളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഓതൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സൗണ്ട് നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഞാൻ ഓവർ ഒച്ചയിടാത്തത് വേറൊന്നുമില്ല, കുറെ പ്രായമുള്ള വാപ്പന്മാരുണ്ട്, ഓരുടെ പ്രാക്കും കൂടെ വാങ്ങണ്ടെന്ന് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഉണ്ടോ? മനസ്സിലാകുന്നില്ലേ? ആ മൈക്ക് സെറ്റുകാരൻ പാവം ഉള്ളതുപോലെ ആ സാധുവും വെച്ച് തന്നിട്ടുണ്ട്. അല്ലാഹുവേ നീ കബൂലാക്ക് റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. അപ്പൊ ഒന്നേതാ ഖുർആൻ ഓതണം, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ, റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കണം ഉസ്താദേ, ഖുർആൻ ഓതാത്ത ഒരു ദിവസം പോലും ഞങ്ങളിൽ നിന്ന് കടന്നു പോകൂല എന്നൊരു തീരുമാനം ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും എടുക്കണം. അല്ലാഹു കബൂലാക്കട്ടെ, റാഹത്തിലേക്ക് അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ ധാര ഞാൻ ഇൻഷാ അല്ലാഹ് ഇരുന്ന് പറഞ്ഞോട്ടെ, വിഷയമൊന്നുമില്ലല്ലോ. ഇരുന്ന് പറഞ്ഞോട്ടെ, വിഷയമൊന്നുമില്ല. മൈക്ക് സെറ്റ് വേറെ ഒന്നുമില്ല, എന്റെ കാല് തീരെ സുഖമില്ലാത്തതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഞങ്ങൾ എല്ലാവരും നീ കബൂല. ഇനി ആരും പോയില്ല, ഉസ്താദ് ഇരിക്കുകയാണല്ലോ, അതൊന്നുമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും കേൾക്കുക, അല്ലാഹു കബൂലാക്കും. ഈ 3 കാര്യങ്ങളും കൂടി പറഞ്ഞാൽ ചോറും മേടിച്ച് കിറ്റുമായിട്ട് നമുക്ക് വീട്ടിൽ പോകാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പടച്ചവനെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ, ഞങ്ങളുടെ അവസാനം നന്നാക്കണേ റഹ്മാനെ, ഈമാൻ നൽകണേ, അനുഗ്രഹിക്കണേ റഹ്മാൻ. ഇത് മാറ്റിക്കൊടുക്കണം, എന്റെ കൈയൊക്കെ പോകും ഇൻഷാ അല്ലാഹ്. അപ്പൊ ആരാണോ ഖുർആൻ ഓതുന്നവരാരാ, അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന ആദ്യത്തെ വിഭാഗമെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ആരാ? ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന 2ാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സഹാബാ ഈ കാണുന്ന പടച്ചവന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് പടച്ചവനെ ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ
എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരുന്നവരാരാ? അതബോടെ നിസ്കരിക്കുന്നവരാരാ? ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരാ? അവരെന്റെ പ്രിയമുള്ളവരെ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ള ഹേരൂറുകാരോട് പറയുകയാ, ഏതാ പള്ളി എന്ന് പറയുന്നതോ? ഈ കാണുന്ന പള്ളിയുടെ പ്രത്യേകത എന്താ? ഈ കാണുന്ന പള്ളിയുടെ മഹത്വമേതാ? റസൂലുള്ളാഹിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, അഹബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്തോ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭവനമുണ്ടല്ലോ, ഏതെന്നറിയോ? മസാജിദുഹാ. അതല്ലാഹുവിന്റെ പള്ളിയാ, അതല്ലാഹുവിന്റെ മസ്ജിദാ, അതല്ലാഹുവിന്റെ പള്ളിയാ എന്നതാ റസൂലുള്ളാഹിന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് അതബോടെ നിസ്കരിക്കുന്നവരാരാ? ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരാ? ഖുശൂഅോടെ നിസ്കരിക്കുന്നവരാരാ? അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടല്ലോ കരഗതമാക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ഇബാദത്ത് ചെയ്യുന്നവരാരാ? അവരുടെ അവസാനമുണ്ടല്ലോ അല്ലാഹു നന്നാക്കുന്നതാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ പ്രിയമുള്ളവരെ പറഞ്ഞത്, ആയിരക്കണക്കാന സഹാബത്തിനോട് ഖുർആൻ ഓതിക്കൊണ്ട് നബി തങ്ങൾ പറയുകയാ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമോ, ഇബാദത്ത് ചെയ്യുന്നവർക്ക്, സുജൂദ് ചെയ്യുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ അല്ലാഹു തരുന്നതാ. സഹാബത്തുണ്ടല്ലോ നബി തങ്ങളോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമെന്തിനാ? ഈ പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് നിസ്കരിക്കുന്ന വാപ്പോ, നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നിങ്ങൾക്കാണ് വൈലെന്ന് പറയുന്ന നരകോ? സഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുമ്പോ നബി തങ്ങൾ സഹാബത്തിനോട് പറയുകയാ, സഹാബാ, ചില ആളുകളുണ്ട് സഹാബ, അവരല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വരുന്നവരാ, എന്നാ അവരദബില്ലാതെ നിസ്കരിക്കുന്നവരാ, അവര് തഖ്വയില്ലാതെ നിസ്കരിക്കുന്നവരാ, അവര് ഇഖ്ലാസ് ഇല്ലാതെ നിസ്കരിക്കുന്നവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പൊരുത്തം നേടാ ആരാണോ നിസ്കരിക്കുന്നവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന ആദ്യത്തെ വിഭാഗമെന്നോ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാ, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ ഇഖ്ലാസോടെ നിസ്കരിക്കണവരാരാ? തഖ്വയോടെ നിസ്കരിക്കണവരാരാ? അദബോടെ നിസ്കരിക്കണവരാരാ? ഖുശൂഅോടെ നിസ്കരിക്കണവരാരാ? അള്ളാന്റെ പൊരുത്തം കരഗതമാക്കാൻ വേണ്ടി നിസ്കരിക്കണവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ പള്ളിയിൽ പോണവരാ അല്ലെ? പള്ളി പോകാത്ത ചങ്ങാതിമാര് മുസ്ലിമീങ്ങളാവോ? നിസ്കരിക്കാത്തവരെങ്ങനെയാ മുസ്ലിം ആവുക? അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ആ പള്ളിയിൽ ചെന്നിട്ട് പള്ളിയിലെ ഖത്തീബ് എല്ലാ വെള്ളിയാഴ്ചയും പറയടാ, പള്ളി കയറാ, പള്ളി വാടാ, പള്ളി വാടാ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലെ ഖത്തീബ് വിളിക്കുമ്പോ അവസാനം ആ ചങ്ങാതിയുടെ മുഖത്ത് നോക്കണമെന്ന് വെച്ചിട്ട് പള്ളി വന്ന് കയറി നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിസ്കരിക്കുമ്പോ അദബോടെ നിസ്കരിക്കണവരാരാ? തഖ്വയോടെ നിസ്കരിക്കണവരാരാ? അവരുടെ അവസാനം നന്നാകുന്ന രണ്ടാമത്തെ വിഭാഗമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ മുസ്ലിമീങ്ങളിൽ നിസ്കാരത്തിൽ കുറച്ച് പാർട്ടികളുണ്ട്. എങ്ങനെയാ? RSP, റമളാൻ സ്പെഷ്യൽ പാർട്ടി. റമളാനി മാത്രം അള്ളാന്റെ പള്ളി കയറുന്ന ചില ചങ്ങാതിമാർ, ബാക്കി ഒരു മാസവും എനിക്ക് കയറാൻ പറ്റൂല എന്ന് കാണിക്കണ ചില ചങ്ങാതിമാർ. 2 JSP, ജുമാ സ്പെഷ്യൽ പാർട്ടി. വെള്ളിയാഴ്ച മാത്രം അള്ളാന്റെ പള്ളി വരും, എന്നിട്ട് കമ്മിറ്റിക്കാരൊന്ന് കൊട്ടിയിട്ടൊക്കെ പോണ ചില ചങ്ങാതിമാർ. അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. 3 NSP. അതാരാ? NSP ആരാ? നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. ഇനി നിങ്ങളുടെ നാട്ടിലില്ലേലും എന്റെ നാട്ടിലുണ്ട്. ആരാ?
നോമ്പ് തുറ സ്പെഷ്യൽ പാർട്ടി. നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രം അള്ളാന്റെ പള്ളി വരും. പള്ളി വന്നിട്ട് ഈത്തപ്പഴത്തിന്റെ കുരുവിന് കളറില്ല, ഈത്തപ്പഴത്തിന് വലിപ്പമില്ല, ഈത്തപ്പഴത്തിന് 15 സെന്റിമീറ്റർ ഇല്ല, ഉസ്താദിന്റെ ഉസ്താദ് നിസ്കരിക്കുമ്പോൾ അങ്ങനാണ് ഇങ്ങനാണ് എന്ന് പറഞ്ഞിട്ട് റമളാനിൽ നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രം അള്ളാന്റെ പള്ളി വരും. ചില ചങ്ങാതിമാര് പാടില്ല, അള്ളാന്റെ പള്ളിയിൽ വന്നിട്ട് അദബോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ, ഖുശൂഅോടെ അള്ളാന്റെ പൊരുത്തം കരഗതമാക്കാൻ വേണ്ടി നിസ്കരിക്കണവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം എന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന വാപ്പമാരോട് സ്നേഹത്തിൽ പറയും, എന്റെ ഉപ്പയെ പോലെ ഞാൻ നിങ്ങളോട് പറയാ, വെള്ളിയാഴ്ചയെങ്കിലും പള്ളി പോകുമ്പോ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അള്ളാന്റെ പള്ളിയിൽ പോകാൻ കഴിയണം. എല്ലാ ദിവസവും വെള്ള ഇട്ട് പോകാൻ ഞാൻ പറയണില്ല. വെള്ളിയാഴ്ചയെങ്കിലും അള്ളാന്റെ പള്ളി പോകുമ്പോ വെള്ള വസ്ത്രം ധരിച്ചു പോകാൻ കഴിയണം. വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞേ? വെള്ളിയാഴ്ചയെങ്കിലും ആ വെള്ള വസ്ത്രം ധരിക്കാൻ കഴിയണം. ചില ചങ്ങാതിമാരുണ്ട്, റബ്ബേ ഈ വേൾഡ് കപ്പിന്റെ സമയത്ത് മെസ്സിന്റെ റൊണാൾഡോ ഒക്കെ പേരുള്ള ടീഷർട്ട് ഇട്ടിട്ട് അള്ളാന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കണം. ചില ചങ്ങാതിമാര് പള്ളിയിലെ ഖത്തീബും കൂടെ ഇട്ടാൽ മതി, ബാക്കി പള്ളിയുടെ കമ്മിറ്റിക്കാരടക്കം ഇട്ടിട്ടുണ്ട്. അള്ളാഹു കാത്തിരിച്ചേക്കും മറവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, പള്ളിയിൽ പോകുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചു പോകാൻ കഴിയണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഈ ഉമ്മമാരെവിടെ ആയിരിക്കണേ, സഹോദരിമാര് അപ്പുറത്ത് അമ്മയുടെ അപ്പുറത്ത് അവിടെ ഉണ്ട്, ഉണ്ടായ മതി, പോകാതിരുന്ന മതി. ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങളുടെ നിസ്കാര കുപ്പായം അള്ളാനെ ഓർത്ത് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് കഴുകാൻ എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം. നമ്മുടെ ഉമ്മമാര് നിസ്കാര കുപ്പായം 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മുടെ ഉമ്മമാര് കഴുകാൻ പഠിക്കണം. പടച്ചവനെ, ചില ഉമ്മമാരുടെ നിസ്കാര കുപ്പായം കണ്ടു കഴിഞ്ഞാല് ഇൻഷുറൻസ് എടുക്കേണ്ട അവസ്ഥ അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. കാരണം എന്തേ? ഈ ഉമ്മമാരുടെ കൈയിന്റെ കഫിന്റെ ഭാഗം കൊണ്ട് നിസ്കാര കുപ്പായത്തിന്റെ ഇതിങ്ങനെ വുളുവെടുത്ത് നനഞ്ഞ് കരിമ്പൻ അടിച്ചിട്ടുണ്ടാവും, കറുത്ത കളർ വന്നിട്ടുണ്ടാവും. കറുത്ത കളർ വന്ന് മഞ്ഞ കളർ വന്ന് ഓട്ടം വന്ന് തുരുമ്പടിച്ചിട്ടുണ്ടാവും. ഭർത്താവ് വന്നിട്ട് പറയാം, ആമിന നമുക്ക് ഈ നിസ്കാര കുപ്പായൊന്നും മാറ്റുമല്ലേ? അപ്പോഴും താത്തമാര് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, വല്ലപ്പോഴും നിസ്കരിക്കണം, നമുക്ക് എന്തിനാ മച്ചാ നിസ്കാര കുപ്പായം പുതിയത്, ഞങ്ങൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. തുന്നി 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 തുന്നിന് തുന്നാൻ ഇടം ഉണ്ടാവൂല. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, ആ നിസ്കാരത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ വൃത്തിയുള്ള നിസ്കാരം, നമുക്ക് വൃത്തിയുള്ള നിസ്കാര കുപ്പായം ഉപയോഗിക്കാൻ പഠിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ എത്ര ഉമ്മമാരുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഈ നിസ്കാര കുപ്പായം ഒരു ഹാങ്കറിൽ ഒരു കൊളുത്തിൽ തൂക്കിയിടുന്ന എത്ര ഉമ്മമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? എത്ര പേരുണ്ട്? ഇന്ന് മിക്കവരും ചെയ്യണം തപ്പ, നിസ്കാരം കഴിഞ്ഞിട്ട് ഈ മക്കനെ എടുക്കും, തലയിലുള്ളത് എടുക്കും, നീളക്കുപ്പായം എടുക്കും, മുണ്ടെടുക്കും, ഇതെല്ലാം കൂടി പൊറോട്ടയുടെ മൈദ കുഴക്കണത് പോലെ ഒരു കുഴക്കലുണ്ട് നമ്മുടെ താത്താമാര്, അല്ലെ? കുഴക്കും, കുഴച്ചിട്ട് ഒരു പായിന്റെ അകത്ത് വെക്കും. പായിന്റെ അകത്ത് വെച്ചിട്ട് ഈ ചിക്കൻ റോള് ചുരുട്ടണത് പോലെ ഈ പായ് ഇങ്ങനെ ചുരുട്ടും. ചുരുട്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഈ സമ്പൂസയുടെ ഇടയിൽ കട്ടിയുള്ളൊരു മടക്കുണ്ടാവും. ഈ മടക്ക് എന്തിനാ വെക്കണേ? കഴിക്കരുത്, അതിനടുത്ത് വെക്കണേ. ഈ മടക്കണത് പോലെ എന്ത് ചെയ്യും? ഈ നിസ്കാര കുപ്പായം മടക്കി തിരികെ ഏറ്റവും കൂടുതൽ മാറാലയും പഴുതാരയും പല്ലിയും ചെലന്തി വലയും കയറുന്നത് എവിടാണോ? അലമാരെ കടിയിലോട്ട് കുത്തിക്കെറ്റിയിട്ട് മഅസലാം, ഒന്നെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച അല്ലെ അടുത്ത റമളാൻ എന്ന് പറയുന്ന എത്ര ഉമ്മമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? പാടില്ല. ആരാണോ നമസ്കരിക്കണ സമയത്ത് ഇഖ്ലാസോടെ നമസ്കരിക്കണവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം എന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഇത് ഹേരൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. 18 വയസ്സിന് നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ കെട്ടിച്ചുവിടൂല. അതിന്റെ താഴത്തോട്ട് പോയാൽ പോക്സോ, മുകളോട്ട് എത്ര പോയാലും കുഴപ്പമില്ല. ഞാൻ നിങ്ങളോട് പറയാ, നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ ദീനുള്ളവർക്ക് നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയും. കള്ളു കുടിക്കുന്നവന്, ലോട്ടറി കച്ചവടക്കാരന്, സിഗരറ്റ് വലിക്കണവന്, കഞ്ചാവ് അടിക്കണവന്, സ്റ്റാമ്പ് അടിക്കണവന്, ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. ഞാൻ കൊല്ലം ജില്ലയിൽ അയത്തിൽ സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖത്തീബായിട്ടിരിക്കുമ്പോ എന്നോട് വന്നിട്ടൊരു വാപ്പ പറഞ്ഞു, ഉസ്താദേ എന്റെ മകളുടെ കല്യാണമാ, നിങ്ങൾ വരണം. ഞാൻ ചോദിച്ചു, മകളെ കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ ദീനീ വിദ്യാഭ്യാസ യോഗ്യത എന്താ? ആ ഹൈവാൻ തലയും കുനിച്ച് ഉളുപ്പില്ലാതെ നാണമില്ലാതെ എന്നോട് പറയാ, ഉസ്താദേ എനിക്ക് എന്റെ പ്രിയപ്പെട്ട മരുമകനാകാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ ദീനീ വിദ്യാഭ്യാസ യോഗ്യത അറിയൂല ഉസ്താദേ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ ചോദിച്ചു, പിന്നെ എന്ത് കണ്ടിട്ടാ നിങ്ങളുടെ മകൾക്ക് ഇവനെ കെട്ടിച്ചു കൊടുക്കണേ? ആ സമയത്ത് ആ ചങ്ങാതി എന്നോട് ഉളുപ്പില്ലാതെ പറയും, ഉസ്താദേ ഒരു കോടികളുടെ ആസ്തിയുണ്ട് ഉസ്താദേ. എന്താ പറഞ്ഞേ?
ഒരു കോടികളുടെ ആസ്തിയുണ്ട് ഉസ്താദേ, അതുകൊണ്ടാണ് ഞാൻ കെട്ടിച്ചു കൊടുക്കുന്നത്. 1.5 കൊല്ലത്തിന് ശേഷം ആ സഹോദരൻ ഒരു അസർ നിസ്കാരം കഴിഞ്ഞ് എന്റെ റൂമിൽ ഒരു കത്തുമായിട്ട് വന്നിട്ട് എന്റെ മുമ്പിൽ ഇരുന്നിട്ട് കരയാ. എന്തിനാ കരയണേ വപ്പ? ഉസ്താദേ, എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞതാ ദീൻ നോക്കണമെന്ന്. ഞാൻ നോക്കിയില്ല. ഞാൻ ചോദിച്ചു എന്തു പറ്റി? ഉസ്താദേ, എന്റെ മകളെ കെട്ടിയ ചെറുപ്പക്കാരൻ കോടികളുടെ ആസ്തി ഉണ്ടെങ്കിലും അവൻ കള്ളിനടിമയായിരുന്നു ഉസ്താദേ. ഇവൻ എല്ലാ ദിവസവും കള്ളു കുടിച്ചു വന്നിട്ട് എന്റെ മകളെ തല്ലു ഉസ്താദേ. തല്ലിയിട്ട് അവൾ ഈ കുടുംബ ജീവിതം അവസാനിപ്പിക്കണമെന്നാണ് ഉസ്താദെ പറയണത്. അവള് തൊലാക്ക് വേണം, ഡിവോഴ്സ് വേണമെന്നാണ് ഉസ്താദെ പറയണത്. പള്ളിയുമായി അതിനുവേണ്ടി ഞങ്ങൾ ബന്ധപ്പെട്ടതാണെന്ന്, ഒരു പരാതി തരാൻ വന്നതാണെന്ന് പറയുമ്പോ നിസ്കാരമുള്ളവർക്ക് നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് പറയാ, പ്രത്യേകിച്ച് കാസർഗോട്ടെ സഹോദരങ്ങളോട് പറയാ, പെണ്ണിന്റെ ചുണ്ടിലെ ചുവപ്പ് കണ്ടിട്ട് ഒരിക്കലും കെട്ടാൻ നിൽക്കണ്ട. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നിറത്തിന്റെ പേരിൽ ഭാര്യമാരെ അകറ്റി നിർത്തുന്ന എത്രയോ ഭർത്താക്കന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 or 3 ആത്മഹത്യകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിൽ നടന്നു. എന്താ കാരണം? ഭാര്യക്ക് നിറമില്ലെന്ന് ഭാര്യയോട് പറഞ്ഞപ്പോ ആ സാധു താങ്ങാൻ കഴിയാതെ എന്റെ പ്രിയപ്പെട്ടവരെ കയറിൽ കെട്ടിത്തൂങ്ങേണ്ട അവസ്ഥ. ഞാൻ പറയണത് അവരുടെ കോടികൾ നോക്കി, അവരുടെ വണ്ടി നോക്കി ഒരിക്കലും നമ്മൾ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. ചിലപ്പോ വീടുണ്ടാവൂല, സ്വന്തമായിട്ടൊരു വീടുണ്ടാവൂല, പക്ഷെ അൽഹംദുലില്ലാഹ് ഓനിക്ക് ദീൻ ഉണ്ടാവും, ഓനിക്ക് കെട്ടിച്ചു കൊടുക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. അല്ലാഹു ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നല്ല ജീവിതം അല്ലാഹു നൽകി ഗ്രഹിക്കണേ റഹ്മാനെ. പിന്നെ ചില ചെറുപ്പക്കാരുണ്ട് കല്യാണം ശരിയാകാൻ വേണ്ടി മാത്രം അള്ളാന്റെ പള്ളി പോകും. ഒരു 26-27 വയസ്സായി കഴിഞ്ഞാല് പിന്നെ പള്ളിയിലെ ഹത്തീമിനോട് ഭയങ്കര സ്നേഹം. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചവനെ പിന്നെ അള്ളാന്റെ പള്ളിയിലേക്ക് പോകാത്ത ചില ചങ്ങാതിമാർ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോടൊരു ചരിത്രം പറഞ്ഞുതരാം, കേട്ടോ. നിസ്കരിക്കാൻ മടിയുള്ള വാപ്പമാര് കേൾക്കേണ്ട ചരിത്രമാണ്, നിസ്കരിക്കാൻ മടിയുള്ള ഉമ്മമാര് കേൾക്കേണ്ട ചരിത്രമാണ്. മദീനത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ കുറച്ചു പേര് കൈപൊക്കി, അല്ലെ? ഒന്നും കൂടെ പൊക്കിയപ്പോ മദീനത്ത് പോയവര് ഒന്ന് കൈപൊക്കിയപ്പോ ഞാൻ പോയതാ. ഇനി ഞാനൊരു ചരിത്രം പറയാൻ പോവാ. ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന ഒരു വലിയ മഹാനുണ്ട്. ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ട്. ആ മഹാനവറുകളുടെ കൊട്ടാരം മദീനത്ത് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പോ ആരെല്ലുണ്ടോ? ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന വലിയൊരു മഹാനവറുകളുടെ കൊട്ടാരം മദീനത്തുണ്ട്. അത് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പോ ഇല്ല, ആരുമില്ല. അള്ളാഹു കാണാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ പോകുമ്പോ മദീനത്ത് സിയാറത്ത് ചെയ്യുമ്പോ ഉർവ തങ്ങളുടെ കൊട്ടാരങ്ങൾ കാണാൻ കഴിയുമ്പോ എന്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ, സവാദി യമാനി എന്നാണ് പേര്. അള്ളാഹു അദ്ദേഹത്തിന് ജോലിയിലൊക്കെ അള്ളാഹു ബറക്കത്ത് കൊടുക്കുമാറാവട്ടെ. ആ സാധു ഒരു പണ്ഡിതന. അവിടെ മദീനത്ത് ചെല്ലുന്നവർക്ക് ആ സാധു എന്ത് ചെയ്യും? വണ്ടി എടുത്തിട്ട് അൽഹംദുലില്ലാ മദീനയിൽ ഒരു സിയാറത്ത് സിസ്റ്റം ഉണ്ട്. നമ്മൾ അമീറന്മാരായിട്ട് പോകുമ്പോ നല്ല അമീറന്മാരാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് അവിടേക്ക് ഒന്ന് കാണിക്കും. ടാക്സി എടുത്ത് പൈസ ഒക്കെ പിരിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് കാണിക്കും. അപ്പൊ ഈ ഉസ്താദിന്റെ പണി എന്ന് പറയണത് അവിടെ അൽഹംദുലില്ലാ ചെന്നിട്ട് ഈ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനാണ്. അല്ലാഹു കബൂലക്കുമാറാവട്ടെ. അവിടെ മദീനത്ത് ചെന്ന് പ്രത്യേകം സിയാറത്ത് ചെയ്യുമ്പോ ഈ ഉർവത്ത് ബിൻ സുബൈർ ഞങ്ങളുടെ കൊട്ടാരങ്ങൾ അൽഹംദുലില്ലാ നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. അല്ലാഹു നീ കാണാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ഉർവതങ്ങളുടെ കാല് പഴുത്തു. ഉർവതങ്ങളുടെ കാല് പഴുത്തിട്ട് ഉർവതങ്ങളുടെ കാല് വൈദ്യന്മാര് ഇറച്ചി മുറിക്കുന്നത് പോലെ മുറിച്ചു കളഞ്ഞു. ഇപ്പൊ നമ്മുടെ നാട്ടില് പോത്തിനെ ഇറക്കും. പോത്തിനെ ഇറക്കണ സമയത്ത് ഈ പോത്ത് ഇങ്ങനെ പെടക്കണത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാല് വൈദ്യന്മാര് വന്നിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അറുത്തു മുറിച്ചു കളഞ്ഞു. ഉർവതങ്ങൾക്ക് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും എടുത്തില്ല. എന്തേ? ഉർവതങ്ങളുടെ കാല് പഴുക്കാനുള്ള കാരണം എന്താ? ഉർവതങ്ങളുടെ കാല് പഴുത്തും മുറിച്ചു കളഞ്ഞപ്പോ ഉർവതങ്ങൾക്ക് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും എടുത്തില്ല. എന്തേ? നിസ്കരിക്കാരും മടിയുള്ള വാപ്പമാര് കേൾക്കേണ്ട ചരിത്ര. നമ്മുടെ പള്ളിയിൽ ഉസ്താദ് ഷഅബാനിന്റെ അവസാനമായി റമളാനിന്റെ പെറ കാണുമ്പോ ചില ചങ്ങാതിമാർ ഉസ്താദിനെ വിളിക്കും. ഉസ്താദിനെ വിളിച്ചിട്ട് ചോദിക്കും, ഉസ്താദെ തറാവീഹിന് സ്റ്റൂളുമായിട്ട് വീട്ടിൽ നിന്ന് വരട്ടെ ഉസ്താദെ, ഇരുന്ന് നിസ്കരിച്ചോട്ടെ ഉസ്താദിനെ ചോദിക്കണം ചില ചങ്ങാതിമാരുണ്ട്. ഞാൻ ഈ സ്ഥിരം ഇരുന്ന് നിസ്കരിക്കണവരെ കുറ്റപ്പെടുത്തല്ല. ചിലപ്പോ കാലില് എന്തെങ്കിലും പ്രയാസമുള്ളവരുണ്ടാവും, കമ്പിയിട്ടവരുണ്ടാകും. അള്ളാഹു നിശമനം കൊടുക്കും റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. റമളാനി മാത്രം കാലി കമ്പിയിടുന്ന ചില ചങ്ങാതിമാര്, അള്ളാഹുവെ അവരെ തൊട്ട് ഞങ്ങളെ കാത്തിരിക്കണേ റഹ്മാനെ, ഈമാൻ നൽകണേ അല്ലാ. അങ്ങനെ ഇരുന്ന് നിസ്കരിക്കുന്നവരോട് ഞാൻ പറയാ, അവരുടെ മുമ്പിൽ ഒരു 500 രൂപയുടെ നോട്ടിട്ട് കൊടുത്താൽ
സുജൂദും ചെയ്ത് നക്കിയെടുത്തുകൊണ്ട് പോകും. പക്ഷേ അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നമുക്ക് മടി. ചില ഉമ്മമാർക്ക് റമളാനി മാത്രം ഭയങ്കര നടുവേദന. കാരണം എന്താ? റമളാനി മാത്രം ഭയങ്കര നടുവേദന. ബാക്കി ഒരു മാസത്തിൽ ഒരു പ്രശ്നമില്ല. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. ചില ചെറുപ്പക്കാർ റഹ്മാനെ നോമ്പാണ്, ഞാൻ സ്നേഹത്തിൽ പറയാ, നോമ്പാണ്. ഈ നോമ്പെന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ പട്ടിണി കിടക്കലല്ല, ഇബാദത്ത് ചെയ്യണം. ചില ചെറുപ്പക്കാരുടെ നോമ്പിന്റെ അവസ്ഥ എന്താ? ചില ചെറുപ്പക്കാരുടെ അവസ്ഥ ഞാൻ പറയാ, രാത്രി ഉറക്കൊന്നും ഉണ്ടാവൂല ഉസ്താദെ, പകല് സിനിമ കാണാൻ പറ്റൂലല്ലോ ഉസ്താദെ. എന്നാൽ അൽഹംദുലില്ലാ ഖൈർ, പാതിരാത്രി ഏതൊക്കെ സിനിമ കാണാൻ പറ്റുമോ അതൊക്കെ ഒരു 4-4:30 മണി വരെ ഇരുന്ന് കാണും. എന്നിട്ട് 4:30 മണിക്ക് നേരെ അത്താഴം കഴിക്കും. അത്താഴം എന്തൊക്കെയാ റബ്ബേ കഴിക്കുക? കുഴിമന്തി, തന്തൂരി, അൽഫാം, ചിക്കൻ, പൊറോട്ട, മട്ടൻ, ഇതെല്ലാം കൂടി അടിച്ചു കയറ്റിട്ട് ലാസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ചിട്ട് ബാങ്ക് വിളിക്കണപ്പോഴാണോ മൈക്കിൽ തട്ടിയാൽ ഈ ചങ്ങാതി നിർത്തൂല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ഈ ചങ്ങാതി നിർത്തു. എന്നാലും മസല ഉണ്ടാക്കും ഉസ്താദെ, വായിലുണ്ടല്ലോ ഉസ്താദെ, അതും കൂടി കഴിക്കാലും ഉസ്താദ് കൊണ്ട് എന്ത് ചെയ്യും? അതൊക്കെ കഴിക്കും. കഴിച്ചിട്ട് പള്ളിയിൽ സുബൈക്ക് പോയി എന്നിട്ട് മാറിക്കിടന്ന ഒരു ഉറക്കമുണ്ട് ചില ചങ്ങാതിമാർക്ക്. എന്നിട്ട് എണ്ണീക്കണപ്പോഴാ ളുഹുറിന് എണ്ണീച്ചു, ഇല്ലെങ്കിൽ അസ്റിനും എണ്ണിക്കൂല. മഗ്രിബിന്റെ ബാങ്ക് വിളിക്കണതിന്റെ 1 മണിക്കൂർ മുമ്പായിരിക്കും ചില ആളുകൾ എണ്ണീച്ചിട്ട് എന്താ ചെയ്യാ? നേരെ പോയി മുഖമൊക്കെ കഴുകി വന്നിട്ട് ഭയങ്കര നോമ്പുകാരനാ, വന്നിട്ട് നേരെ പാത്രത്തിന്റെ മുമ്പിൽ ഇരിക്കും. ബാങ്ക് ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഈത്തപ്പഴത്തിൽ തുടങ്ങി അവസാനം എന്തൊക്കെ വലിച്ചു വരുത്തി കഴിക്കാൻ പറ്റുമോ, പൊറോട്ടയെങ്കിൽ പൊറോട്ട, കട്ട്ലേറ്റ് എങ്കിൽ കട്ട്ലേറ്റ്, കഞ്ഞിയെങ്കിൽ കഞ്ഞി, കുഴിമന്തി എങ്കിൽ കുഴിമന്തി, എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അതൊക്കെ വയറ്റിലാക്കിയിട്ട് തറാവീഹിന് പോലും പോകാതെ കറങ്ങി നടക്കുന്ന ചില ചങ്ങാതിമാർ അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ആരാ ഉർവതങ്ങളുടെ കാല് പഴുക്കാനുള്ള കാരണമേതാ? ഉർവതങ്ങളുടെ കാല് പഴുത്തപ്പോ വൈദ്യന്മാര് മുറിച്ചു. ഉർവതങ്ങൾക്ക് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും എടുത്തില്ല. എന്തേ? കേൾക്കേണ്ട ചരിത്രമാ. നിസ്കരിക്കാനും മടിയുള്ള വാപ്പമാര് കേൾക്കേണ്ട ചരിത്രമാ. നാദാ, നമസ്കാരങ്ങൾ നിലനിർത്താൻ സൗഭാഗ്യം തരണ അല്ലാ. ആരാ ഉർവതങ്ങളെന്നറിയോ? ഉർവതങ്ങളുടെ പാല് പഴുക്കാനുള്ള കാരണമേതാ? ഉർവതങ്ങൾ പടച്ചവനെ നമസ്കരിക്കുമ്പോ ഉർവതങ്ങളുടെ കാല് പഴുക്കാനുള്ള കാരണമേതാ? ഉർവതങ്ങളുടെ കാല് മുറിച്ചു കളയുമ്പോ ഉർവതങ്ങൾക്ക് വേദന എടുക്കാതിരിക്കാനുള്ള കാരണമേതാ? പടച്ചവനെ റമളാന് കടന്നു വരാൻ പോകുകയാ. തറാവീഹ് നിസ്കരിക്കാതെ ഹേരൂറിന്റെ പരിസരത്തിലൂടെ ബൈക്കെടുത്തുകൊണ്ട് കറങ്ങുന്നവരോട് പറയുകയാ, പാടില്ല. ഉസ്താദേ റമളാനാണല്ലോ, ഉസ്താദേ നോമ്പാണല്ലോ, നോമ്പ് തുറന്നു കഴിയുമ്പോ ക്ഷീണമാണ് ഉസ്താദേ, പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നവരോട് പറയുകയാ, പാടില്ല. ഉസ്താദേ ഭർത്താവ് വീട്ടിലാണോ? ഉസ്താദേ ഭർത്താവ് പള്ളിയിൽ പോയിട്ട് അവിടുള്ള മുതഅല്ലിമീങ്ങളെ നോമ്പ് തുറക്കാൻ വിളിച്ചല്ലോ, ഉസ്താദന്മാരെ നോമ്പ് തുറക്കാൻ വിളിച്ചല്ലോ, കമ്മിറ്റിക്കാരെ നോമ്പ് തുറക്കാൻ വിളിച്ചല്ലോ, ഈ നാട്ടുകാരെ നോമ്പ് തുറക്കാൻ വിളിച്ചല്ലോ. അതുകൊണ്ട് പ്രിയമുള്ള ഉസ്താദ്, നമസ്കരിക്കാൻ സമയമില്ല എന്ന് പറയുന്ന പെങ്ങന്മാരോട് പറയുകയാ, നമസ്കരിക്കാതെ നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. ആരാ ഉർവതങ്ങളെന്നറിയോ? ഉർവതങ്ങള് പൈസയുള്ള ആളാ, ഉർവതങ്ങള് ബിസിനസ്സുകാരനാ, ഉർവതങ്ങള് കോടീശ്വരനാ. അല്ലാ, ഉർവതങ്ങളുടെ കൊട്ടാരങ്ങള് കണ്ണുകൊണ്ട് കാണാ സൗഭാഗ്യങ്ങൾ തരണ അല്ലാ. ഉർവതങ്ങളുടെ പ്രത്യേകത എന്താ? പടച്ചവനെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു കഴിയുമ്പോ ഉർവതങ്ങളുടെ പ്രിയമുള്ളവരെ നമസ്കരിക്കുകയാ, ഔവല് വഖത്തിൽ നമസ്കരിക്കുകയാ, ജമാഅത്തായി നമസ്കരിക്കുകയാ. ഉർവതങ്ങൾ പടച്ചവനെ നമസ്കരിച്ചു. ഉർവതങ്ങൾ പ്രായമാകുകയാ, ഉർവതങ്ങളുടെ കാല് പഴുക്കുകയാ, ഉർവതങ്ങളുടെ കാലിൽ നിന്ന് ചീഞ്ചലമന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. ഉർവതങ്ങൾ വേദന കൊണ്ട് പൊളയുകയാ, ഉർവതങ്ങൾ കരയുകയാ, ഉർവതങ്ങൾ വല്ലാതെ സങ്കടപ്പെടുകയാ. ഉർവതങ്ങൾ കരയുമ്പോ ഉർവതങ്ങളുടെ മക്കളെന്റെ പ്രിയമുള്ളവരെ വൈദ്യന്മാരുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. വൈദ്യന്മാരതാ ഉർവതങ്ങളുടെ കാലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. ഉർവതങ്ങളുടെ
കാല് പരിശോധിക്കുകയാ. ഉർവതങ്ങളോട് വൈദ്യന്മാര് പറയുകയാ, അപകടമാ, ദുരിതമാ, കാല് മുറിച്ച് കളയണമല്ലോ. ഉർവതങ്ങൾ വൈദ്യന്മാരോട് പറയുകയാ, ഇല്ല ഇല്ല, അനുവാദമില്ല, സമ്മതമല്ല. കൈ തന്നതല്ലാ, ആഫിയത്ത് തന്നതല്ലാ, ദീർഘായുസ് തന്നതല്ലാ, രോഗങ്ങൾ തന്നതല്ലാ. അതെടുത്ത് കളയാൻ കഴിവുള്ളവനുണ്ടല്ലോ അല്ലാ. പടച്ചവനെ, വൈദ്യന്മാര് തിരിച്ചു പോകുകയാ. മാസങ്ങൾ കഴിയുകയോ, ഉർവതങ്ങൾ വീണ്ടും എന്റെ പ്രിയമുള്ളവരെ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാ. ഉർവതങ്ങളുടെ കാല് വീണ്ടും എന്റെ പ്രിയമുള്ളവരെ വല്ലാതെ പഴുക്കുകയാ. കാലിൽ നിന്ന് നീര് വരികയാ, കാലിൽ നിന്ന് ചീഞ്ചലം വരികയാ. ഉർവതങ്ങളുടെ കണ്ണിൽ നിന്ന് നീരുണ്ടല്ലോ, കണ്ണുനീരുണ്ടല്ലോ, വല്ലാതെ ഒഴുകുകയാ. ഉർവതങ്ങൾ വേദന കൊണ്ട് പൊളയുമ്പോ സുബ്ഹാനല്ലാഹ്, ഉർവതങ്ങളുടെ മക്കളെന്റെ പ്രിയമുള്ളവരെ വൈദ്യന്മാരുടെ ചാരത്തേക്ക് രണ്ടാമത്തെ തവണ കടന്നു ചെല്ലുകയാ. വൈദ്യന്മാർ ഓടി വരികയാ. ഉർവതങ്ങളുടെ കാല് പരിശോധിക്കുകയാ. ഉർവതങ്ങളോട് പറയുകയാ, തങ്ങളെ, ഈ കാല് മുറിച്ചു കളഞ്ഞില്ലെങ്കിലോ ഇത് വല്ലാത്ത അപകടമാ. ഈ കാലിലെ പഴുപ്പുകളുണ്ടല്ലോ തലച്ചോറിലേക്ക് പടരുന്നതാ. അങ്ങനെയതാ ഈ പഴുപ്പ് പടർന്നു കഴിഞ്ഞാ നിങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിയൂല തങ്ങളെ. വൈദ്യന്മാർ അത്ഭുതപ്പെടുകയാ. ഉർവതങ്ങളോട് കാല് മുറിക്കണമെന്ന് പറയുമ്പോ ഉർവതങ്ങൾ വൈദ്യന്മാരോട് പറയുകയാ, മുറിച്ചുകൊള്ളുക, അനുവാദമാ, സമ്മതമാ. അല്ലാഹുവേ, ഉർവതങ്ങൾക്ക് നമസ്കരിക്കണമല്ലോ, ഈ കാല് മുറിച്ചില്ലെങ്കിൽ അതിന് കഴിയൂല എന്ന് വൈദ്യന്മാര് പറയുമ്പോ വൈദ്യന്മാരോട് ഉർവതങ്ങൾ പറയുകയാ, മുറിച്ചുകൊള്ളുക, അറുത്തുകൊള്ളുക, എനിക്ക് നമസ്കരിക്കണമല്ലോ. വൈദ്യന്മാര് ഉർവതങ്ങളോട് പറയുകയാ, ഈ കാല് മുറിക്കുമ്പോ വേദന എടുക്കുമല്ലോ, ഈ കാല് അറുത്തു കളയുമ്പോ വേദന എടുക്കുമല്ലോ, കാല് മുറിച്ച് കളയുമ്പോ താങ്ങാൻ കഴിയൂല, വേദന താങ്ങാൻ കഴിയൂല. വേദന എടുക്കാതിരിക്കാൻ ഒരു മാർഗം പറഞ്ഞു തരാ. ഉർവതങ്ങളോട് വൈദ്യന്മാര് പറയുകയാ, ഒരു കോപ്പ വീര്യം കൂടിയ കള്ള് നിങ്ങളുടെ കയ്യിലേക്ക് കുടിക്കാൻ തരാ. ഒരു കോപ്പ വീര്യം കൂടിയ കള്ള് നിങ്ങളുടെ കയ്യിലേക്ക് കുടിക്കാൻ തരാ. ഈ കള്ള് കുടിച്ചു കഴിയുമ്പോ നിങ്ങളുടെ ബോധം നഷ്ടപ്പെടുന്നതാ. നിങ്ങളുടെ ബോധമതാ നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കാല് മുറിക്കുമ്പോ വേദന എടുക്കൂല. പടച്ചവനെ, ഉർവതങ്ങളോട് വൈദ്യന്മാര് പറയുമ്പോ ഉർവതങ്ങൾ കരയുകയാ, ഉർവതങ്ങൾ ദേഷ്യപ്പെടുകയാ. ഉർവതങ്ങൾ വൈദ്യന്മാരോട് പറയുകയാ, കള്ള് ഹലാലല്ല, കള്ള് അനുവദനീയമല്ല. ഏരൂറുകാരോട് പറയുകയാ, കള്ളു കുടിക്കുന്നവരുണ്ടോ, കള്ളു കുടിക്കുന്നവരുണ്ടോ, കള്ളു നുകർന്നവരുണ്ടോ? റസൂലുള്ള എന്ന പ്രിയമുള്ളവരെ പറയുകയാ, കള്ള് ഹറാമാ. കള്ളു കുടിക്കുന്നവനെ പറ്റി റസൂലുള്ള പറഞ്ഞതെന്താ? മൻശരിബൽ ഖംറാ, ആരെങ്കിലും ഒരാൾ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ സനാ, അവൻ വ്യഭിചരിച്ചവനാ. ആരെയാ വ്യഭിചരിച്ചതു? ഉമ്മിഹി, അവനവന്റെ ഉമ്മയെ വ്യഭിചരിച്ചവനാ. എവിടെ വെച്ചാ വ്യഭിചരിച്ചതോ? എവിടെ വെച്ചാ വ്യഭിചരിച്ചതോ? കള്ളു കുടിക്കുന്നവനെ, നീ നിന്റെ ഉമ്മയെ വ്യഭിചരിച്ചവനാ. എവിടെ വെച്ചാ വ്യഭിചരിച്ചതോ? ഫിൽ കഅബതി, കഅബയിൽ വെച്ചെന്ന് റസൂലുള്ള പറയുമ്പോ ഏതാ കഅബ, ഏതാ കഅബ? കണ്ണുകൊണ്ട് നോക്കിയാൽ, വെറുതെ നോക്കിയിരുന്നാൽ പ്രതിഫലം ലഭിക്കുന്ന കഅബയുണ്ടല്ലോ. അല്ലാഹുവേ, കോടാനുകോടാന് ജനങ്ങള് തവാഫ് ചെയ്യുന്ന കഅബയുണ്ടല്ലോ. ആ കഅബയിൽ വെച്ചതാ അവനവന്റെ ഉമ്മയെ വ്യഭിചരിച്ചവനാ. റസൂലുള്ള പറയുമ്പോ ഉർവതങ്ങൾ വൈദ്യന്മാരോട് പറയുക,
പറയുകയാ, കള്ള് ഹലാലല്ല, കള്ള് അനുവദനീയമല്ല, കള്ള് ഹറാമാണല്ലോ. ലോകത്തിന്റെ പ്രവാചകനതാ പറയുമ്പോ ഉർവതങ്ങള് കള്ളു കുടിക്കാൻ പറ്റൂല എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ വൈദ്യന്മാര് ചോദിക്കുകയാ, പിന്നെങ്ങനാ തങ്ങളെ കള്ളു കുടിക്കാതെ കാല് മുറിക്കുന്നത് എങ്ങനാണ് തങ്ങളെ? വൈദ്യന്മാര് പറയുമ്പോ ഉർവതങ്ങൾ മറുപടി കൊടുക്കുകയാ, ഞാൻ നമസ്കരിക്കുമ്പോ എന്റെ കാല് മുറിച്ചു കൊള്ളുക, ഞാൻ നിസ്കരിക്കുമ്പോ, ഞാൻ ഇബാദത്ത് ചെയ്യുമ്പോ, ഞാൻ സുജൂദ് ചെയ്യുമ്പോ, ഞാൻ ഇബാദത്ത് ചെയ്യുമ്പോ എന്റെ കാലതാ മുറിച്ചു കൊള്ളുക. ഉർവതങ്ങൾ വധുവെടുക്കുകയാ, ഉർവതങ്ങൾ മുസല്ല വിരിക്കുകയാ, ഉർവതങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമസ്കരിക്കാൻ കൈകെട്ടുകയാ, ഉർവതങ്ങൾ വജ്ജഹത്തോതുകയാ, ഉർവതങ്ങൾ ഫാത്തിഹ ഓതുകയാ, ഉർവതങ്ങളല്ലോ നരകത്തിന്റെ അദാബുകളെ കുറിച്ചോ പറയുന്ന ആയത്തുകളുണ്ടല്ലോ. ഉർവതങ്ങൾ ഓതുമ്പോ ഉർവതങ്ങളുടെ കാലന്റെ പ്രിയമുള്ളവരെ വൈദ്യന്മാർ മുറിച്ച് കളയുകയാ. ഉർവതങ്ങൾക്ക് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും എടുത്തില്ല. എന്തുകൊണ്ടാ? ഉർവതങ്ങൾ നമസ്കരിക്കുമ്പോ ഉർവതങ്ങൾക്ക് രോഗത്തിന്റെ ചിന്തയില്ല. ഉർവതങ്ങൾ നമസ്കരിക്കുമ്പോ ഉർവതങ്ങൾക്ക് കുടുംബത്തിന്റെ ചിന്തയില്ല. ഉർവതങ്ങൾ നമസ്കരിക്കുമ്പോ ഉർവതങ്ങൾക്ക് കാലിലെ വേദനയില്ല. അതുകൊണ്ട് പറയുകയാ, നമസ്കരിക്കുമ്പോ അതുപോലെ നിസ്കരിക്കുന്നവരാരാ? ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്യുന്നവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉർവതങ്ങളുടെ കാല് വൈദ്യന്മാരെ മുറിച്ചു. നിസ്കരിക്കണ സമയത്ത് അതായിരിക്കണം നിസ്കാരം എന്ന് പറയുന്നത്. ആരാണോ ഇഖ്ലാസോടെ നിസ്കരിക്കണവരാരാ, തഖ്വയോടെ നിസ്കരിക്കണവരാരാ, അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ